CPM നേതൃത്വം തള്ളിപ്പറഞ്ഞിട്ടും CPIക്കെതിരെ കടന്നാക്രമണം തുടർന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ചതിയൻ ചന്തു പരാമർശത്തിൽ പിന്നോട്ടില്ലെന്നും ഇടതിന്റെ പിൻബലം പിന്നോക്കക്കാരുടെ പിന്തുണയാണെന്ന് മനസ്സിലാക്കണമെന്നും വെള്ളാപ്പള്ളി മുന്നറിയിപ്പ് നൽകി. ഈഴവർക്ക് നൽകിയതെല്ലാം മുസ്ലിം ലീഗ് അടിച്ചുമാറ്റിയെന്ന ആരോപണം വെള്ളാപ്പള്ളി ആവർത്തിച്ചു. ശിവഗിരിയിൽ ചോദ്യം ഉന്നയിച്ച മാധ്യമപ്രവർത്തകൻ തീവ്രവാദിയാണെന്ന് അധിക്ഷേപിച്ച SNDP യോഗം ജനറൽ സെക്രട്ടറി ഇന്നും മാധ്യമപ്രവർത്തകരോട് കയർത്തു. ചതിയൻ ചന്തു പരാമർശത്തിൽ CPIM കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ തള്ളിപ്പറഞ്ഞിട്ടും CPIയുമായി തുറന്ന പോരിന് തയ്യാറെടുക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. പറഞ്ഞതിൽ നിന്നൊന്നും പിന്നോട്ടില്ലെന്ന് മാത്രമല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പിന്നാക്കക്കാരുടെ പിൻബലത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തലുമുണ്ട്. CPI ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആ ത്രിതല പഞ്ചായത്ത് അവർക്ക് കിട്ടിയ സീറ്റുകളുടെ എണ്ണം പരിശോധിച്ചാൽ വളരെ വ്യക്തമായി മനസ്സിലാക്കാം. അവരൊന്നും മനസ്സിലാക്കണ്ടേ, അവരുടെ പിൻബലം എന്നുള്ളത് ഇവിടുത്തെ പിന്നോക്കക്കാരൻ്റെയും പട്ടികജാതിക്കാരൻ്റെയും പിൻബലമാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ. അതും മനസ്സിലാക്കാതെ എന്നെ തള്ളാൻ ഇന്നുമാത്രം കാര്യം എന്താണ്? വിമർശനം കടുക്കുമ്പോഴും മുസ്ലിം ലീഗിനെതിരായ അധിക്ഷേപ പരാമർശങ്ങളിലും മാറ്റമില്ല. ഈഴവ സമുദായത്തിനുള്ളതെല്ലാം ലീഗ് അടിച്ചുമാറ്റി. മറ്റൊരു മാറാട് കലാപം സൃഷ്ടിക്കാൻ ലീഗിന് ദുഷ്ടലാക്കെന്നും വെള്ളാപ്പള്ളി. മുസ്ലിം സമുദായത്തെ മൊത്തം ഈഴവ സമുദായത്തിന് എതിരാക്കാൻ അങ്ങനെ ഇനിയൊരു മാറാട് കലാപം ഇവിടെ അടുത്ത ഭരണം കിട്ടിയാൽ നടത്തണമെന്നുള്ള ദുഷ്ടലാക്കോടുകൂടി ലീഗിൻ്റെ നേതാക്കന്മാരും പരിശ്രമിക്കുന്നു. ശിവഗിരിയിൽ തന്നോട് ചോദ്യം ഉന്നയിച്ച മാധ്യമപ്രവർത്തകന്റെ പേരും മേൽവിലാസവും എടുത്തു പറഞ്ഞ് തീവ്രവാദിയെന്ന് അധിക്ഷേപിച്ചു SNDP യോഗം ജനറൽ സെക്രട്ടറി. ഈ വന്ന ആളെ എനിക്കറിയാം, റാഹിം ഇരാറ്റുപേട്ടക്കാരനാണ്, MSFന്റെ നേതാവാണ്. അവൻ തീവ്രവാദിയാണ്, മുസ്ലിങ്ങളുടെ വലിയ വക്താവാണ്. ഇതൊക്കെ എനിക്കറിയാം. അയാൾ ആരോ പറഞ്ഞേച്ചതാണ്. കാരണം ഒരു ധർമ്മം ഒന്നുമില്ല, ഞാൻ ഇത്ര പ്രായമുള്ള ഒരാളല്ലേ, അയാളോട് കാണിക്കുന്ന മര്യാദയില്ലേ? പറയുന്നതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ച മാധ്യമപ്രവർത്തകരോട് വെള്ളാപ്പള്ളി ഇന്നും കയർത്തു. എന്റെ അനുഭവത്തിൽ താനാരാടോ ഞാനിത് പരിശോധന അറിയണം. മര്യാദ എടുത്തിട്ട് വയ്ക്കോളാം. വെള്ളാപ്പള്ളിയുടെ പ്രകോപനത്തിന് പിന്നാലെ പോകേണ്ടെന്ന നിലപാടിലാണ് CPI. തർക്കത്തിനില്ലെന്നും എന്നാൽ മാർക്കിടാൻ വെള്ളാപ്പള്ളി ആരും ഏൽപ്പിച്ചിട്ടില്ലെന്നും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. LDFനോ ഏതെങ്കിലും പാർട്ടിക്കോ മാർക്കിടാനോ തെറ്റ് ശരിയും പറയാനോ ഞങ്ങളാരും വെള്ളാപ്പള്ളിയെ ഏൽപ്പിച്ചിട്ടില്ല. വെള്ളാപ്പള്ളി അല്ല LDF. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊന്നും വെള്ളാപ്പള്ളിയുടെ ഒരു പ്രദേശവും കാത്തിരിക്കുന്നില്ല. വെള്ളാപ്പള്ളി CPI പോര് തുടരുന്നത് തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന LDFന് കൂടുതൽ തലവേദനയാകും. ന്യൂസ് മലയാളം, ആലപ്പുഴ.